ഹായ്, വളരെ യൂസ്ഫുൾ ആയിട്ടൊരു കണ്ടൻറ്റുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അതേ നമ്മളുടെ വീട്ടിൽ നമുക്ക് ഇലച്ചെടികൾ വളരെയധികം നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഇലയിൽ ഒന്നാണ് മുരിങ്ങയില. അതുപോലെ തന്നെ കറിവേപ്പില കൊണ്ടും നമുക്ക് ആരോഗ്യപരമായിട്ട് പല കാര്യങ്ങൾക്കും യൂസ് ചെയ്യാം. അതുപോലെ നമ്മുടെ നിത്യജീവിതത്തിൽ ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒരില തന്നെയാണല്ലോ കറിവേപ്പില. അതുപോലെ തന്നെയാണ് മുരിങ്ങയില. കണ്ടോ, ഈ ഒരു കറിവേപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ നിറച്ച് നല്ല ഒരു മരമായിട്ടുണ്ട്. എനിക്ക് അത്രയും ഉയരത്തിൽ വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം ഒത്തിരി മുകളിൽ പോയിട്ടുണ്ട്. താഴെയും ഇലകളൊക്കെ ഉണ്ട്. അതുപോലെ നിറയെ തൈകളും ഉണ്ട് കേട്ടോ. അപ്പോൾ ചട്ടിയിലായാലും മണ്ണിലായാലും നിറയെ തൈകളും ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നല്ല ഫ്രഷായിട്ട് ഇലകൾ ഇരിക്കുവാനും അതുപോലെ കറിവേപ്പിനുണ്ടാകുന്ന കീടങ്ങളുടെ എല്ലാം ശല്യം, പുഴുശല്യം, അതുപോലെ തന്നെ പുഴുക്കുത്ത്, ഇലപ്പുള്ളി രോഗം എല്ലാം മാറി കിട്ടുവാനായിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഒരു ലിക്വിഡ് ഒരു കീടനാശിനിയെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ കേട്ടോ. അത് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. ഇതൊന്ന് നിങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുത്ത് നോക്കൂ. നമ്മളുടെ വീട്ടിൽ തന്നെയുള്ള ഒരു ഐറ്റം തന്നെയാണ്. അപ്പോൾ അതിന് യാതൊരു സൈഡ് എഫക്റ്റും കാര്യങ്ങളും ഒന്നുമില്ല. നമുക്ക് 100% റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ആ ഒരു സാധനം ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് എൻ്റെ ഈ കറിവേപ്പില ഞാൻ മൊത്തത്തിലൊന്ന് കാണിക്കുവാണേ. അപ്പോൾ ഇത്രയധികം വലുതായിട്ടുണ്ട്. അതുപോലെ നിറയെ തൈകളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നല്ല വെയിലുള്ള ഭാഗത്ത് അത്യാവശ്യം സൂര്യപ്രകാശമുള്ളിടത്ത് നട്ട് കൊടുക്കുക. അതുപോലെ തന്നെ വളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാരം, കഞ്ഞിവെള്ളത്തിൽ ചാരം ഇട്ട് കൊടുക്കുക. കഞ്ഞിവെള്ളത്തിൽ ചാരം മിക്സ് ചെയ്തിട്ട് അത് നല്ലതുപോലെ ചുവട്ടിലും 4 ഇരട്ടി വെള്ളം കൂടെ ചേർത്തിട്ട് വേണം സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതൊക്കെയാണ് നമ്മൾ കൊടുക്കുന്ന വളമെന്ന് വെച്ച് കഴിഞ്ഞാൽ. അതുകൂടാതെ നമുക്ക് ഈ ഒരു ഇലകൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ലിക്വിഡ് ഇതാണ്, കീടനാശിനി തന്നെയാണ് കേട്ടോ, പെസ്റ്റിസൈഡ് തന്നെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വീട്ടിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉണ്ടാവില്ല. ഹൈഡ്രജൻ പെറോക്സൈഡ് അത് മെഡിക്കൽ സ്റ്റോറിൽ നിന്നൊക്കെ വാങ്ങുവാനായിട്ട് കിട്ടും. ₹20 മാത്രമേ ഉള്ളൂ കേട്ടോ, 20 രൂപ. അപ്പോൾ അത് ഒരു 15 ml എടുത്തിട്ട് പിന്നെ 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്യുക. അത് മാത്രമല്ല, അതിന് കൂടെ 5 ml വിനീഗർ കൂടി ചേർക്കുക കേട്ടോ. അപ്പോൾ 1 ലിറ്റർ വെള്ളത്തിൽ ഒരു 15 ml ഹൈഡ്രജൻ പെറോക്സൈഡും അതുപോലെ തന്നെ ഒരു 5 ml വിനീഗർ കൂടെ ചേർത്ത് ആ ഒരു ലിക്വിഡ് നമ്മളൊരു കുപ്പിയിലോ അല്ലെങ്കിൽ സ്പ്രേ ബോട്ടിലോ തയ്യാറാക്കിയ ശേഷം നമ്മുടെ ചെടികളുടെയോ കറിവേപ്പിൻ്റെയൊക്കെ മണ്ടയ്ക്ക് ഒരു മാസത്തിൽ 2 തവണ സ്പ്രേ ചെയ്ത് കൊടുത്തു നോക്കൂ. എല്ലാ പുഴുക്കളുടെ ശല്യവും അതുപോലെ ഇലകൾക്കുണ്ടാകുന്ന ആ ഒരു പുഴുക്കുത്ത് ഇതെല്ലാം മാറിക്കിട്ടും. ഞാനത് ട്രൈ ചെയ്ത് നോക്കിയതാണ്. 100% റിസൾട്ട് തന്ന ഒരു കാര്യം തന്നെയാണ് കേട്ടോ. അതുപോലെ ഈ ചെടികളുടെയൊക്കെ മണ്ടയ്ക്ക് പുഴുവിൻ്റെയൊക്കെ ശല്യമുണ്ട്. അതുപോലെ കുഞ്ഞു വണ്ട് പ്രാണികൾ, പ്രത്യേകിച്ച് നമ്മൾ ഈ ഇൻഡോറായിട്ട് വെക്കുന്ന പ്ലാന്റ് ഉണ്ടല്ലോ, അതിൻ്റെ ഇലകൾക്കൊക്കെ ഇതുപോലെ പല രോഗങ്ങളും കണ്ടുവരാറുണ്ട്. ഇതെല്ലാം പുഴു തിന്നു പോവുക, അങ്ങനെ ഒരുപാട്. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും. അപ്പം ഞാനിത് കാണിച്ചു തരാം. അല്ലാതെ തന്നെ അതുപോലെ തന്നെ ഞാനിത് കണ്ടേ, ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് ഒരു 15 ml ഹൈഡ്രജൻ പെറോക്സൈഡാണ് ഇത്. അപ്പോൾ കൂടുതലായിട്ട് ഇത് നീണ്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൂടുതലായിട്ട് ഇത് കാണിക്കാതിരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഹൈഡ്രജൻ പെറോക്സൈഡും അത് 10 ml എടുക്കുക. നിങ്ങൾക്കറിയാമല്ലോ, അതുപോലെ നമ്മുടെ വീട്ടിൽ വിനീഗർ ഉണ്ടാവും, അത് ഒരു 5 ml എടുക്കുക. 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ ലേശം സോഡാപ്പൊടി ഉണ്ടെങ്കിൽ അതുകൂടി ഇട്ട് കൊടുത്താൽ ഈ ഒരു പറയുന്ന, അതായത് ചെടിക്കല്ല, ഇതിപ്പോൾ നമ്മുടെ വീട്ടിൽ കിച്ചണൊക്കെ ക്ലീൻ ചെയ്യുന്ന ടവലുണ്ടാവുമല്ലോ, ടവല് നിറയെ അഴുക്ക് പിടിച്ചിരിക്കുകയാണെങ്കിൽ ഇതൊന്ന് ഈ ഒരു ലിക്വിഡിനകത്തൊരു കുറച്ച് സമയം ഒരു 10-15 മിനിറ്റ് മുക്കി വെച്ചിട്ട് നമ്മളെടുത്ത് കഴുകി കഴിഞ്ഞാൽ നല്ലതുപോലെ വൃത്തിയായി കിട്ടും. അതുപോലെ നമ്മളുടെ വീട്ടിൽ സിങ്കാന്ന് എപ്പോഴും അഴുക്കായിരിക്കുമല്ലോ. കിച്ചണിൽ എത്ര വേസ്റ്റ് കാര്യങ്ങൾ എത്ര ക്ലീൻ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ സിങ്കിൽ എപ്പോഴും ആ ഒരു സ്മെല്ലും അഴുക്കും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതുപോലെ ഇത് മാറി കിട്ടുവാനായിട്ട് നമ്മളുടെ വീട്ടിൽ കോൾഗേറ്റിൻ്റെ പേസ്റ്റ് ഉണ്ടെങ്കിൽ ഇത്തിരി കോൾഗേറ്റിൻ്റെ പേസ്റ്റും അതുപോലെ തന്നെ അതിന് അളവൊന്നുമില്ല, ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ ആ ഒരു ലായനി ഉണ്ടല്ലോ, അതൊന്ന് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് അതുകൂടെ ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ നമുക്ക് ഒരു കുഞ്ഞു കമ്പോ അല്ലെങ്കിൽ സ്പൂണോ വെച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കയ്യിൽ പറ്റിയാലും പ്രശ്നമൊന്നുമില്ല, അല്ലെങ്കിൽ കൈ വെച്ച് തന്നെ നല്ലതുപോലെ ഒന്ന് ലിക്വിഡാക്കിയ ശേഷം ലേശം സോഡാപ്പൊടി, ബേക്കിംഗ് സോഡ ഉണ്ടെങ്കിൽ അതുകൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് സിങ്ക് നിങ്ങളൊന്ന് തുടച്ച് നോക്കുക. നല്ലതുപോലെ സ്ക്രബ്ബറോ അല്ലെങ്കിൽ എന്തെങ്കിലും ബ്രഷോ ചകിരിയോ ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് പിടിച്ച് നോക്കുക. നല്ല പളപളാന്ന് വെട്ടിത്തിളങ്ങും. അതുപോലെ ആ ഒരു സ്മെല്ലൊക്കെ മാറിക്കിട്ടും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. 100% റിസൾട്ട്. ഇതൊരു ക്ലീനിങ് സൊല്യൂഷൻ തന്നെയാണ്, നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ഇത് ചെടികൾക്കും നമ്മുടെ കിച്ചണിലും ഒക്കെ യൂസ് ചെയ്യാം, യാതൊരു പ്രശ്നമില്ല. അതുപോലെ നമ്മുടെ കയ്യിൽ നഖത്തിൻ്റെ വേദനയോ അല്ലെങ്കിൽ
ചെറിയ പഴുപ്പ് അങ്ങനെയൊക്കെ വരുന്ന വേദനയൊക്കെ വരുന്ന സമയത്ത് അത് കൈ ക്ലീൻ ചെയ്യുവാനായിട്ട് ഇത് നമുക്ക് നഖത്തിൻ്റെ സൈഡിലൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ നഖത്തിൻ്റെ ഇടയിലുണ്ടാകുന്ന വേദനയും അതുപോലെ തന്നെ ഇതെല്ലാം മാറിക്കിട്ടും. അതുപോലെ തന്നെയാണ് സിങ്കിൽ പാറ്റ ഒക്കെ രാത്രിയാവുമ്പോൾ ശല്യം ഉണ്ടാവാറുണ്ടല്ലോ. ഈ ഒരു സമയത്ത് നമ്മൾ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് ഈ ലിക്വിഡ് ഒന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഈ സുഷിരത്തിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടിരുന്നാൽ മറ്റൊന്നും അടുക്കുകയില്ല കേട്ടോ. മറ്റ് പാറ്റ പല്ലി ഇതൊന്നും എടുക്കില്ല. അപ്പോൾ ഇത് അതുപോലെ തന്നെ കയ്യിൽ ഇതുപോലെ ഞാൻ പറഞ്ഞല്ലോ, കയ്യിലുണ്ടാകുന്ന ഈ നഖത്തിനുണ്ടാകുന്ന വേദന അല്ലെങ്കിൽ നഖം ക്ലീൻ ചെയ്യാനൊക്കെ നമുക്ക് ഈ ഒരു ഹൈഡ്രജൻ പെറോക്സൈഡ് ആ ലിക്വിഡ് ഒന്ന് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എന്ത് അഴുക്കുണ്ടെങ്കിൽ അത് പതഞ്ഞ് പെട്ടെന്ന് തന്നെ പുറത്തേക്ക് വരും, നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ സിങ്കിലും നമുക്കിത് യൂസ് ചെയ്യാം. വളരെ ക്ലീനായിട്ട് സിങ്ക് നല്ല ബാഡ് സ്മെല്ലൊന്നും ഇല്ലാതെ കിടക്കുവാനായിട്ട് നമുക്കിതൊന്ന് രാത്രി കിടക്കുന്ന സമയത്തൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ കിച്ചൺ സ്ലാബ് അല്ലെങ്കിൽ ഡൈനിങ് ടേബിളിൻ്റെ പുറമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുവാൻ, അതുപോലെ ഈ കുഞ്ഞു കുഞ്ഞു പാത്രത്തിനൊക്കെ ആ ഒരു ഫിനിഷിങ് കിട്ടുവാനായിട്ട് നമുക്ക് ഈ ഒരു ലിക്വിഡ് വിനാഗിരിയും കൂടെ ചേർത്തിട്ട് ഹൈഡ്രജൻ പെറോക്സൈഡും അതുപോലെ വിനീഗറും കൂടെ ചേർത്തിട്ട് നമുക്ക് വെള്ളത്തിൽ ഒഴിച്ചിട്ട് ഇത് തുടച്ച് കഴിഞ്ഞാൽ നല്ല ക്ലീനായി കിട്ടും. അതുപോലെ ഈ ടൈലിൻ്റെയൊക്കെ പീസിൽ നമ്മൾ ഇങ്ങനെ ചിരണ്ടിയാൽ പോലും പോകാത്ത ചില കുഞ്ഞു കുഞ്ഞു അഴുക്കുകളൊക്കെ ഉണ്ടാവുമല്ലോ, ആ പിടിച്ചിരിക്കുന്ന ഭാഗത്തേക്ക് നമ്മൾ കൈവച്ച് ചിരണ്ടിയാൽ പോലും അത്രയ്ക്ക് പിടിച്ചിരിക്കുന്ന നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവേ. അത് നമ്മൾ ഇതുപോലെ ഈ ലിക്വിഡ് ഉപയോഗിച്ചിട്ട്, അതായത് വിനീഗറും അതുപോലെ ഹൈഡ്രജൻ പെറോക്സൈഡ് അല്ലെങ്കിൽ ഒന്നീ ലെമൺ ജ്യൂസ്, നാരങ്ങയുടെ നീരില്ലെങ്കിൽ ബേക്കിംഗ് സോഡ ഒരു നുള്ളൂടെ ചേർത്തിട്ട് ഇതുപോലെ നമ്മൾ തുടച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് ആ ഒരു ടൈലിൻ്റെ ഇടയൊക്കെ ക്ലീൻ ചെയ്ത്, അതുപോലെ സ്ലാബ് ഡൈനിങ് ടേബിളിൻ്റെ പുറമൊക്കെ നമുക്ക് നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് ഏറ്റവും വലിയ അത്യാവശ്യം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് കരുതുന്നു. ഉറപ്പായിട്ടും ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ ഇൻഡോർ പ്ലാന്റ്സിനൊക്കെ ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു നോക്കും, യാതൊരു പുഴുക്കളുടെയും ശല്യം ഉണ്ടാവില്ല. പ്രത്യേകിച്ച് കറിവേപ്പ്, മുരിങ്ങയില ഒക്കെ നിങ്ങൾക്ക് അതിനൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.